നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരെങ്ങോട്ടാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ അവരിപ്പോൾ എവിടെയാണുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവരുടെ ലൊക്കേഷൻ അറിയാനുള്ളൊരു സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവർ പുറത്തേക്കോ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവരിപ്പോൾ ലൊക്കേഷനിൽ എവിടെയാണുള്ളതെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ചെറിയൊരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിത് അറിഞ്ഞു വെക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളൊക്കെ പുറത്തേക്ക് വിടുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ലൊക്കേഷനിൽ സൗകര്യം ഡയറക്റ്റ് ഇല്ല. നമുക്കതിനുവേണ്ടി ചെറിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഏതാണെന്ന് ഞാൻ വീഡിയോയ്ക്ക് അവസാനം കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇതുപോലെ ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അവസാനം ഏറ്റവും താഴെ ഫിനിഷ് എന്ന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണും. ഇതിനകത്ത് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഒരു ഗീവ് പെർമിഷൻ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ പേരിൽ ഒരു പെർമിഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ടാവും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്പിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് താഴെ ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ക്രിയേറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൊക്കേഷൻ കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കുട്ടികളുടെയോ പ്രിയപ്പെട്ട ആളുകളുടെയൊക്കെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ലൊക്കേഷൻ കിട്ടുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഹായ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അവരുടെ വാട്സപ്പിലേക്ക് ഞാൻ ജസ്റ്റ് ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ എനിക്ക് കിട്ടും. അതിനാണ് നമ്മളിവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മെസ്സേജാണോ നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അതേ മെസ്സേജ് തന്നെ അവർക്ക് അയച്ചു കൊടുത്താൽ മാത്രമേ ലൊക്കേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾ ഓർത്തു വെക്കണം. ശേഷം നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കാം. സെൻഡ് ബാറ്ററി ലെവൽ. ഇപ്പോൾ അവരുടെ ബാറ്ററി ലെവൽ നമുക്കറിയാൻ സാധിക്കണം. അപ്പോൾ അവർ ബാറ്ററി തീരാനായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊക്കെയാണ് പുറത്ത് പോയതെങ്കിൽ കുട്ടികൾ ടൂറിന് പോവുകയാണ്. അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ക്വാളിറ്റി എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. അറിയാൻ വേണ്ടി നിങ്ങളൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. താഴെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് ഒരു മെസ്സേജ് കൂടെ കാണാം. ഈ സെറ്റിങ്സ് നിങ്ങൾ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പെർമിഷൻ ഭാഗത്തേക്ക് പോവുക. പെർമിഷൻ ഭാഗത്തേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലൊക്കേഷൻ പെർമിഷൻ കൂടി നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലല്ല. നിങ്ങൾ ആരെയാണോ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫോണിലാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്തരത്തിൽ ചെയ്ത് വെക്കേണ്ടതെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മുടെ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ടൊരു കാര്യമില്ല. നിങ്ങൾ ആരെയാണോ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിയുടേതാണോ ഭാര്യയുടേതാണോ ഭർത്താവിൻ്റേതാണോ പ്രിയപ്പെട്ട ആളുടേതാണോ അവരുടെ ഫോൺ എടുത്ത് അവരുടെ ഫോണിൽ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ പറയുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ അവരുടെ മൊബൈൽ ഫോൺ നമ്മൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സിൽ ഹൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഹൈഡ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഈ ഒരു ആപ്പ് ഹൈഡ് ചെയ്ത് വെക്കണം. അവരറിയാതെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഹൈഡ് ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെ വന്നാൽ ഹൈഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് എല്ലാ ആപ്പുകളും കാണാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പ് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫോൺ നിങ്ങൾ ആപ്പ് ഹൈഡ് ചെയ്ത് വെക്കുക. ഇനി എങ്ങനെയാണ് ആപ്പ് ഹൈഡ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. കാരണം നമ്മൾ ആപ്പുകൾ ഹൈഡ് ചെയ്ത് വെക്കുക. ഹൈഡ് ചെയ്തതിന് ശേഷം അപ്പോൾ അവരുടെ ഫോൺ ഇപ്പോൾ നമ്മുടെ ഫോണിൽ ആ ഒരു ആപ്പ് കാണുന്നില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ഒരു ആപ്പ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഫോൺ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചാൽ അവർക്കും അറിയില്ല നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ ഫോണിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ നിന്ന് അവരുടെ ഫോണിലേക്ക് ജസ്റ്റ് ഒരു ഹായ് എന്ന മെസ്സേജ് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഒരു ഹായ് എന്നുള്ള മറ്റു വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി 76% ബാറ്ററി ഉണ്ടെന്നും നെറ്റ്വർക്ക് മീഡിയം ആണെന്നൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് ഇവിടെ ഡയറക്ഷൻ കൊടുത്ത് നമുക്ക് യാത്ര പോയി അവരെ കൃത്യ ലൊക്കേഷനിൽ നമുക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ആപ്പ് ഏതാണെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ആപ്പാണ്. ആപ്പ് ഇതാണ് ഫൈൻഡ് ലൊക്കേഷൻ ബൈ ഫോൺ നമ്പർ എന്നുള്ള ഈ ഒരു ആപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.